Hi friends, welcome to Techispace Malayalam. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് പുതിയതായിട്ട് ഇറക്കിയ സാംസങ് M31 എന്ന സ്മാർട്ട് ഫോണും Redmi Note 8 Proയും തമ്മിലുള്ള സ്പീഡ് ടെസ്റ്റ് റിവ്യൂ ആണ്. ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെന്റ് ഉള്ളത്, ഏത് ഫോണാണ് ബെറ്റർ പെർഫോമൻസ് ഉള്ളത്? Redmi Note 8 Pro Helio G90 ചിപ്സെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സാംസങ് Exynos 9611 എന്ന ചിപ്സെറ്റിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫോണുകളുടെയും ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് റൗണ്ടുകളായിട്ടാണ് നമ്മൾ സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നോർമൽ ആപ്ലിക്കേഷനും സെക്കൻഡ് റൗണ്ടിൽ ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. നമുക്കിനി റിവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് സാംസങ് M31 1 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം Redmi Note 8 Pro 1 മിനിറ്റും 7 സെക്കൻഡും എടുത്താണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് റാം മാനേജ്മെൻറ്റ് എത്ര ബെറ്ററായിട്ട് ഫോണുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റും 23 സെക്കൻഡ് കൊണ്ട് സാംസങ് M31 ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 2 മിനിറ്റും 9 സെക്കൻഡ് എടുത്താണ് Redmi Note 8 Pro ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്കൊരു ജനറൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സാംസങ് M31 Redmi Note 8 Proനേക്കാളും നല്ലൊരു പെർഫോമൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാംസങ്ങിൽ Exynos 9611 എന്ന പ്രോസസ്സറാണ്, Redmi Note 8 Proയിൽ Helio G90 പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് രണ്ട് ഫോണുകളിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സാംസങ്ങിൻ്റെ ഫോണാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ഫോണാണ് ബെറ്റർ പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 2 മിനിറ്റും 50 സെക്കൻഡ് കൊണ്ട് റെഡ്മി നോട്ട് 8 പ്രോ വളരെ ഭേദപ്പെട്ട രീതിയിൽ മുഴുവനാക്കിയിരിക്കുകയാണ്. പക്ഷേ 4 മിനിറ്റ് എടുത്തുകൊണ്ടാണ് സാംസങ് M31 സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലും കൂടിയും നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് നോക്കാം. പ്രത്യേകിച്ച് സാംസങ് റാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് കാണിക്കുന്ന ഡിവൈസാണ്. നമുക്ക് നോക്കാം. സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാംസങ് M31 4 മിനിറ്റ് 37 സെക്കൻഡ് മാത്രമാണ് ആവശ്യം വന്നത്. പക്ഷേ അതേസമയം 5 മിനിറ്റും 28 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് റെഡ്മി നോട്ട് 8 പ്രോ സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സാംസങ് ഡിവൈസുകളിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന നല്ലൊരു റാം മാനേജ്മെൻറ്റ് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൊണ്ട് തന്നെ കുറേ കൂടി ബെറ്റർ പെർഫോമൻസ് നമുക്ക് സാംസങ് M31 പറയാം റാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പക്ഷേ കുറേ കൂടി ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത് ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ സിംഗിളായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 8 പ്രോ ആണ് അവിടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വിജയിക്കുന്നത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗിവുകൾ നമ്മുടെ ചാനൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടാം.